മുണ്ടക്കൈ ദുരന്തബാധിതർക്കായുള്ള കോൺഗ്രസിന്റെ വീടുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലീഗിന്റെ വീടുകളെക്കുറിച്ച് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വീട് നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ടിന്റെ കണക്ക് പാർട്ടിയെ ബോധിപ്പിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. സർക്കാർ കാരണം ഭൂമി ലഭിക്കുന്നില്ലെന്ന വാദവും വാർത്താസമ്മേളനത്തിനിടെ തന്നെ പൊളിഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് 1 വർഷം പൂർത്തിയായിട്ടും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച വീടുകളിൽ ഒന്നിന്റെ പോലും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇതിനായി പിരിച്ച ഫണ്ടിൽ ക്രമക്കേട് നടത്തിയതിന് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ ഉൾപ്പെടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയരുകയാണ്. കോൺഗ്രസിന്റെ വീടുകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ലീഗിന്റെ വീടുകളെക്കുറിച്ച്. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും യൂത്ത് കോൺഗ്രസിന്റെ വീടുകളും അത് സംബന്ധിച്ച് പിരിച്ച പൈസ കണക്കുകൾ സംബന്ധിച്ച് നിങ്ങൾ ധാരണയായോ? ഭൂമി ഏറ്റെടുക്കൽ അങ്ങനെ എന്തെങ്കിലും പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗ് 100 വീട് പറഞ്ഞിട്ടുണ്ട്. ആ 100 വീടിൻ്റെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. ഞങ്ങൾ 2 കൂട്ടരും സ്ഥലം ഏറ്റെടുക്കുകയും 2 കൂട്ടരും 100 വീട് വെച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിരിച്ച പൈസയുടെ കണക്കുകൾ ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: പിരിച്ച കാശ് ഞങ്ങൾ പാർട്ടിയിൽ കണക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിലാണ് പൈസ വന്നിരിക്കുന്നത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണമാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തതെന്നായിരുന്നു വി ഡി സതീശന്റെ വാദം. എന്നാൽ സ്വകാര്യ സ്ഥാപനം ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 14 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചത് താനാണെന്ന് പ്രതിപക്ഷ നേതാവ് അറിയാതെ പറഞ്ഞുപോയി. ഞാൻ വേറെ ഒരു പ്രൈവറ്റ് സംഘടന കൊടുത്ത 14 വീടിൻ്റെ താക്കോൽ ഞാൻ പോയി കൊടുത്തു. ഫിലോ കാലിയ എന്ന് പറയുന്ന ഒരു സംഘടന 14 വീട് വെച്ച് കൊടുത്തു. 14 വീടിൻ്റെ താക്കോൽ ഞാൻ പോയി കൊടുത്തു. അപ്പോൾ പിന്നെ ഭൂമി കിട്ടുന്നില്ലെന്ന വാദം തെറ്റല്ലേ എന്ന് ചോദിച്ചതോടെ വാർത്താസമ്മേളനം അവസാനിച്ചു. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.